റമദാൻ കഴിയുന്നവരെ എന്തായാലും ലോങ് വീഡിയോസ് ഒന്നും ഇടണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ എടുക്കുന്നത് 3 മിനിറ്റ് 6 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാലും തീരാത്ത അവസ്ഥയിലുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത് എന്തായാലും ഒരു ദിവസം 1.5 ദിവസം ഗ്യാപ്പിട്ട് ലോങ് വീഡിയോസ് കൂടെ ഇടാമെന്ന്. അപ്പം ഇത് ഇന്നലത്തെ, അതായത് ഒന്നാമത്തെ നോമ്പ് തുറയുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. ഞാനും ഇക്കായും കൂടെ ഉച്ചയ്ക്ക് കടയിലൊക്കെ പോയപ്പോഴത്തേക്കും സാധനം വാങ്ങുന്ന ലിസ്റ്റിൽ മരച്ചിനി കൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് നോമ്പ് കഞ്ഞീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മരച്ചിനിയോ തോരനോ അങ്ങനെ എന്തെങ്കിലും വേണം, ഇല്ലെങ്കിൽ അത് കുടിക്കാൻ പറ്റത്തില്ല. പക്ഷേ പോയ വഴിക്കൊന്നും മരച്ചിനി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മേടിച്ചില്ല. തിരിച്ചു വന്ന് എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർമ്മിച്ച്, എന്തായാലും നമ്മൾ വിളയിൽ നിൽക്കില്ലേ ഈ സാധനം, പിന്നെ നമ്മളെന്തിനാണ് ഇത് മേടിക്കാൻ നടക്കുന്നത്. അപ്പം ഞാനും എൻ്റെ റംസാനും കൂടെ അങ്ങോട്ട്, അതായത് നല്ല കമ്പിന്നൊന്നും എടുത്തില്ല, ഈ ചരിഞ്ഞ് വളഞ്ഞൊക്കെ കിടന്ന കമ്പുകളിൽ നിന്ന് അത്യാവശ്യം 4-5 ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ കിഴങ്ങുണ്ടായിരുന്നു. പിന്നെ വലിയ നല്ല കമ്പിലുള്ള കിഴങ്ങുകളൊക്കെ എലി കൊണ്ടുപോയി തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ എലിക്ക് കുറച്ച് വെച്ചിട്ട് ഞങ്ങൾ 2-3 ദിവസത്തേക്കുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത് കൈയോടനെ അവിടെ ഇരുന്ന് തന്നെ അങ്ങ് വൃത്തിയാക്കി കയറി അകത്ത് വന്ന് കുലുകിനാ അരിഞ്ഞ് എല്ലാം കൂടെ കുക്കറിൽ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിലാക്കി ഗ്യാസ് കത്തിച്ച് എല്ലാം വെച്ചു. അത് കഴിഞ്ഞ് ആരനാട് പോയി കൊണ്ടുവന്ന സാധനങ്ങൾ, അതായത് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, മല്ലിയില, പിന്നെന്താ കറിവേപ്പില, നാരങ്ങ, അങ്ങനത്തെ കുറച്ച് അലിക്കുലിത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും പിന്നെന്താ തക്കാളി, ഇഞ്ചി അതൊക്കെ എടുത്തൊന്ന് വൃത്തിയാക്കിയിട്ട് അതൊക്കെ അരിഞ്ഞും തല്ലിയെടുക്കാനുള്ളത്, അതായത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ചിക്കൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. ചിക്കൻ വൃത്തിയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോഴത്തേക്കും മരച്ചിനി അങ്ങ് ഓവറായിട്ട് വിസിൽ കേട്ടു. എനിക്കാണെങ്കിൽ സംഭവം എത്ര വിസിൽ കേൾക്കണം, എത്ര വേവുണ്ടെന്ന് അറിഞ്ഞൂടാ. നമ്മളിതിപ്പോൾ ഈ കിഴങ്ങ് ആദ്യമായിട്ട് പിഴുത് വെക്കണതാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇനി അങ്ങനെ വേവില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അടിയായിരുന്നു. സംഭവം എന്തങ്ങ് കുഴഞ്ഞ് അടിപൊളി കപ്പ. പ്രതീക്ഷ പോലെയല്ല, സാധനം ഒരുപാടങ്ങ് വെന്ത് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് മഞ്ഞയും ഉപ്പുമൊക്കെ ഇട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് കുറച്ച് ചിക്കര വാപ്പ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ബാക്കി കുക്കർ അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ചിക്കൻ കറിയുടെ പരിപാടി തുടങ്ങി. അതായത് ചിക്കൻ അപ്പോഴും വൃത്തിയാക്കിയിട്ടില്ല, പക്ഷേ എങ്കിൽ ഈ ഉള്ളി വെന്ത് വരുന്ന സമയം കൊണ്ട് അവിടെ ചിക്കനും ആവുമല്ലോ. അപ്പം കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു, സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാമൊക്കെ ഇട്ട് മിക്സ് ചെയ്യാൻ വെച്ചിട്ട് ചിക്കൻ വൃത്തിയാക്കാൻ പോയി. അപ്പോൾ എല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്കാണ് നടക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങോട്ടും വരും, ഇടയ്ക്ക് അങ്ങോട്ടും പോകും. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് വരണ്ട് വന്നപ്പോഴത്തേക്കും തല്ലി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ചിക്കനും കൂടെ ചേർത്ത്. ഇന്ന് ഞാൻ ചിക്കൻ്റെ കൂടെ ഇതും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് വയ്ക്കുന്ന ചിക്കൻ കറിയാണ് ഇഷ്ടം. ചില സമയങ്ങളിൽ ഞാൻ ചേർക്കാറില്ല, ഇപ്പോൾ ചേർക്കണമെന്ന് തോന്നി അങ്ങനെ വലിയൊരു അത്യാവശ്യം നല്ലൊരു കിഴങ്ങ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, മസാല എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അതായത് നമ്മൾ ഈ മിക്സീൻ്റെ ജാറ് ഇതാക്കിയില്ലേ, ആ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതങ്ങോട്ട് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ പാലാടയ്ക്ക് അരയ്ക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇതിന് മുന്നേയും ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിലൊക്കെ പാലാടേൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. സമയം പോലെ ഇന്നോ നാളെയോ ഇടാവുന്നതാണ്. അപ്പോൾ പാലാട നമ്മൾ അപ്പോഴുണ്ടാക്കുന്നില്ല, അരച്ചങ്ങ് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. രാത്രിയത്തേക്ക് എടുക്കുകയുള്ളൂ. വൈകുന്നേരം നോമ്പ് തുറന്ന് തന്നെ കഴിക്കാൻ കഞ്ഞി, ചീനി ഇതൊക്കെ ഉള്ളത് കൊണ്ട്, ഫ്രൂട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സംഭവം അരച്ച ഉടനെ അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു. നമുക്കിവിടെ നോമ്പിന് ഫ്രൂട്ട്സ് അങ്ങനെയൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. എനിക്കിഷ്ടമല്ല ഈ ഫ്രൂട്ട്സ് ഐറ്റം ഒന്നും കഴിക്കുന്നത്. ഉമ്മയും ഈ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ട എന്നുള്ള രീതിയിലാണ്. പിന്നെ എണ്ണ പലഹാരങ്ങൾ എന്തായാലും ഈ റമദാൻ ഉണ്ടാക്കൂല എന്നുള്ളൊരൊറ്റ തീരുമാനത്തിലിരിപ്പുണ്ട്. ഇനി കാര്യങ്ങൾ മാറുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് എല്ലാം സെറ്റായി. ചീനി, പിന്നെ എന്തുവാ കഞ്ഞി കിട്ടി, വെള്ളം, നാരങ്ങ വെള്ളം, ഉമ്മാക്ക് ഒട്ടും എനിക്ക് ഉപ്പിടാണ്ട് ഒക്കെ എല്ലാം സെറ്റായി. ചിക്കൻ കറി എല്ലാം സെറ്റായി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഉമ്മയും കൂടെ സമയമായില്ല എന്ന് ഫോണിൽ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ ബാങ്ക് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് വലിയമ്മയെ വിളിച്ച് ബാങ്ക് കേട്ടു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നോമ്പ് മുറിച്ച് പടപട വെള്ളം കുടിച്ചപ്പോൾ തന്നെ അങ്ങ് വയറ് വീത്തിട്ടുണ്ടായിരുന്നു. ആ 1 കപ്പ് വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങ് ഗ്യാസ് കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഞാൻ ഇവിടെ കിടന്ന് സാറേ വിളിച്ചു.
അതായിരുന്നു അവസ്ഥ. അതായത് ആദ്യം ഒരു കപ്പും പിന്നെ രണ്ടാമത് ഒരു കപ്പ് കൂടെ ഒഴിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങ് വയറ് വീത്തിട്ടുണ്ടായിരുന്നു. ഉമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നോമ്പ് മുറിച്ച് ഒരു കഷ്ണം പൈനാപ്പിൾ എടുത്ത് കഴിച്ചിട്ട് നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനും കുറച്ച് നേരം അവിടെ ഇരുന്ന് ഗ്യാസ് കയറിയ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോയി മാരിവൊക്കെ നിസ്കരിച്ച് വന്നിട്ട് കുറച്ച് ചീനിയും കുറച്ച് കഞ്ഞിയും 2 കഷ്ണം ചിക്കനൊക്കെ ആയിട്ട് എടുത്ത് അടിപൊളിയായിട്ട് കഞ്ഞി ഓടിച്ചു. പക്ഷേ എനിക്ക് ഈ നോമ്പ് കഞ്ഞി പൊതുവേ ഇഷ്ടമല്ല. ഇന്ന് കഴിച്ചത് നോക്കണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനിത് തൊട്ട് പോലും നോക്കത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും റംസാനെ ട്യൂഷനൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നോമ്പ് തുറക്കാൻ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. ഇക്കാരങ്ങ് വീട്ടിൽ പള്ളിയിലാണ് പോയി തോന്നുന്നത്. അപ്പോൾ റംസാനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇക്കാക്ക് തറാവിക്ക് പോകണതുകൊണ്ട് കഴിക്കാതിരിക്കുന്നില്ല, പാലാട ഉണ്ടാക്കി തന്നാൽ മതി, കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള പാലാടയും പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പാലാടയൊക്കെ ഉണ്ടാക്കി. എനിക്ക് ഉമ്മ തറാവിക്ക് പോയേക്കുവാണ്. അപ്പോൾ പോയിട്ട് വന്നതിന് ശേഷം ചൂടോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ സാധനമൊക്കെ നമ്മൾ ചൂടോടെ ഉണ്ടാക്കി കഴിക്കണം, എന്നാലേ കൊള്ളത്തുള്ളൂ, കൊള്ളാവും. അപ്പം കൊള്ളതൊക്കെ ചിക്കൻ കറിയും പാലാടയൊക്കെ കവറിലാക്കി കൊടുത്ത് പോവാൻ ഇറങ്ങുവാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും പിള്ളേർ 2 കൂടെ വന്ന് വട്ടം ചാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇപ്പം രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ തറാവിക്ക് പോകാൻ പറ്റൂല എന്നായപ്പോഴത്തേക്കും പതിയെ 2 പേരെയും പിടിച്ച് മാറ്റിയിട്ട് അങ്ങ് പോയിട്ട്, കാരണം എവരെയും സോപ്പിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇവർ 2 പേരും കൂടെ അള്ളിത്താങ്ങി പിടിച്ച് വെച്ചോണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ പോയതിന് ശേഷം ഉമ്മ വന്ന് നമുക്കൊക്കെ ചുട്ടെടുത്തിട്ട് ഞങ്ങൾ ചൂടോടെ കഴിച്ച് സൂപ്പറായിരുന്നു. എന്നിട്ട് റംസാനും മരുന്ന് കൊടുത്തു. ഞാനും ഗുളിയൊക്കെ കഴിച്ചിട്ട് ഇതാങ്കുട്ടനും മരുന്നൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.